എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറന്റ് സ്റ്റൈല് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല കുറുകിയിട്ടുള്ള മീൻ മുളകിട്ടതും കപ്പയുമാണ്. ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റും. പക്ഷെ കുറച്ചും കൂടി നല്ലത് ചെറിയ മത്തിയും അതുപോലെ തന്നെ അയലയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഈ ഒരു മീൻ മുളകിട്ടത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് 2 കപ്പ് അളവിൽ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 500 ml വെള്ളം ഉണ്ട് കേട്ടോ. നല്ല തിളച്ച വെള്ളം തന്നെ വേണം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഇത് കണ്ടില്ല ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ളൊരു കോടംപുളി എടുക്കുക. ഈ ഒരു വലിപ്പമുള്ള കോടംപുളി നമുക്ക് 2ആയിട്ട് ഇതുപോലെ കീറിയിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ നല്ല തിളച്ച വെള്ളത്തിൽ ഈ ഒരു പുളി ഇട്ടിട്ട് നമുക്ക് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഈ ഒരു മൺചട്ടിയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. മീൻകറിയൊക്കെ നമ്മൾ വെക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ഒരു 150 ഗ്രാം അളവിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കീറൊന്നും വേണ്ട, ഇതുപോലെ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം. ഇതുപോലെ നമ്മൾ ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. സവാളയൊന്നും ഒരിക്കലും എടുക്കരുത്. സവാളയൊക്കെ നമ്മൾ ഇത്ര അളവിൽ ചേർത്ത് കൊടുത്താൽ മീൻകറിക്ക് ഒരു മധുരം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഈ ഒരു ഉള്ളി ചെറിയതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയൊരു തക്കാളി ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. ഒരുപാട് വലിയ തക്കാളി ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാനിപ്പോൾ ഇതിൽ പറയുന്നത് 700 ഗ്രാം അളവിൽ മീൻ്റെ അളവാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഉള്ളിയുടെയും തക്കാളിയുടെ ഒക്കെ ഒരു പച്ച ചുവന്ന് മാറി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ചൂട് അത്യാവശ്യം കുറഞ്ഞതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഈ ഒരു മൺചട്ടിയിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉലുവയും ചേർത്ത് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും ഇതൊരു 5-6 ചെറിയ ഉള്ളി ഇതുപോലെ കനം കുറഞ്ഞ വട്ടത്തിലൊന്ന് അരിഞ്ഞിട്ടെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇതുപോലെ നെടുക കീറിയതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് ഇളക്കിയിട്ട് എടുക്കാം. അത്യാവശ്യം നന്നായിട്ട് മൂപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും, ഒരുപാട് എരിവ് ഉണ്ടാവത്തില്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു എരിവിന് വേണ്ടിയിട്ട് ഈ ഒരു കാശ്മീരി മുളക് പൊടി കൂടാതെ 1 ടേബിൾ സ്പൂൺ അളവിൽ സാധാ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് പൊടികളുടെ ഒരു പച്ച ചുവയൊന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചെറിയുള്ളിയും തക്കാളിയൊക്കെ ഇല്ലേ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല പോലെ തന്നെ നമ്മളൊരു 2-3 മിനിറ്റോളം ഇളക്കി കൊടുത്ത് അതിൻ്റെ ഒരു കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരും. ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ഒരു പാകം വരെ നമ്മളൊന്ന് ഇളക്കിയിട്ടെടുക്കുക. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ കളർ അത്യാവശ്യം ഇതുപോലെ മാറി വരുന്ന സമയത്താണ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു കുടംപുളിയെ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു പുളിവെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു കുടംപുളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ആ ഒരു 2 കപ്പ് വെള്ളം ഫുള്ളായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു ഗ്രേവിയുടെ ഉപ്പൊന്ന് നോക്കുക കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഈ ഒരു ഗ്രേവി നല്ല പോലെ തന്നെ തിളച്ച് വരണം കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ മീനിട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 700 ഗ്രാം അളവിൽ അയലയാണ് കേട്ടോ. ചെറിയ അയലാണ് എടുത്തിരിക്കുന്നത്. നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒരു ഗ്രേവി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അയലയെല്ലാം തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീനെല്ലാം തന്നെ ഒരു ഗ്രേവിയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇതിൽ പതിയൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക.
ഇതിൻ്റെ മുകളിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു മീൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒരുപാട് നമ്മൾ തീ അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കരുത് കേട്ടോ, കാരണം നമ്മൾ മൺചട്ടിയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തേക്ക്. നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഒരു മീനും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇനി ഇതിലൊരു മൂടി വെച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് മാത്രമേ ഇനി നമ്മളിതൊന്ന് കുക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ അത്രയും സമയം നമ്മൾ അടച്ചു വെച്ച് കൊടുക്കാനും പാടില്ല. ഇടയ്ക്ക് ഇതുപോലെ നമ്മളൊരു ചട്ടി എടുത്തിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഏകദേശം ഒരു 10-15 മിനിറ്റോളായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു മീനിട്ട് കൊടുത്തിട്ട്. നന്നായിട്ട് ആ ഒരു മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു ഗ്രേവി നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നന്നായിട്ട് കുറുകി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു മീൻ ഒരുപാട് സമയത്തങ്ങ് തിളപ്പിക്കരുത് കേട്ടോ, കാരണം ആ ഒരു മീനൊക്കെ അങ്ങ് ഉടഞ്ഞു പോകും. ഇനി നമ്മൾ ഇതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളൊന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കറിയുടെ മുകളിൽ നന്നായിട്ട് ഓയിലൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ടാവും. മീൻ കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് സമയമെങ്കിലും നമ്മളൊരു കറി വെച്ചതിന് ശേഷം സെർവ് ചെയ്യുമ്പോഴാണ് കേട്ടോ കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. കാരണം നമ്മളൊരു മീനിലും പുളിയും ഉപ്പൊക്കെ പിടിക്കാൻ കുറച്ച് സമയം ഒന്ന് കൊടുക്കണം അടച്ചു വെച്ച് കൊടുത്തിട്ട്. അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മീൻകറി എന്നല്ല, ഏത് മീൻകറി ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം സെർവ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഒരു ഉപ്പും പുളിയും മുളകും ഒക്കെ ഒരു മീനിലും പിടിക്കത്തുള്ളൂ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്ത് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പയും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു മീൻ മുളകിട്ടതിൻ്റെ കൂടെ ഈ ഒരു കപ്പ പുഴുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 1 കിലോ കപ്പ കൊത്തി നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതൊരു 1/4 കപ്പ് അളവിൽ തേങ്ങയാണ്, തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 5 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരുപാട് എരിവില്ലാത്ത മുളകാണ്. നിങ്ങൾ എടുക്കുന്നത് നല്ല എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകമല്ല, ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ടെടുക്കാം കേട്ടോ. ഒരുപാട് അരഞ്ഞു പോകരുത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മളൊന്ന് ചതച്ചിട്ടെടുത്താൽ മതി. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ ഒരു കപ്പയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. നല്ല പോലെ തന്നെ കപ്പ നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കണം. കുറച്ച് മാത്രം ഉപ്പും കൂടി ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലേ, ഒരു കപ്പ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കപ്പ നന്നായിട്ട് വെന്തതിന് ശേഷം ഇനി നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇത് ഊറ്റി കൊടുക്കാം. അരിപ്പ പാത്രത്തിലേക്ക് ആ ഒരു വെള്ളമെല്ലാം ഊറ്റിയതിന് ശേഷം കപ്പ വീണ്ടും ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു തേങ്ങ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളൊരു കപ്പ വേവിക്കുന്ന സമയത്ത് കുറച്ചൊരു ഉപ്പിട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്തൊക്കെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. ഒരു അരപ്പ് അതിൻ്റെ അടിയിലേക്ക് ആയി വരണം. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കുടഞ്ഞെടുത്തതിന് ശേഷം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം കൂടി പോകരുത്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സമയത്താണ് നമ്മൾ ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നത്. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കണം. ഒരുപാട് സമയം നമ്മൾ വെക്കാൻ വേണ്ട, അത്യാവശ്യം ഒന്ന് ആവി കയറി മാത്രം വന്നാൽ മതി. ആ അരപ്പും കൂടെ ഒന്ന് വേകാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കുക കേട്ടോ. ഉപ്പ് ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു മീൻ മുളകിട്ടത് നമ്മളൊരു അരമണിക്കൂറിനൊക്കെ ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഓയിലൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരിക്കും കേട്ടോ. കുറച്ചും കൂടി ഒരു ഗ്രേവി ഒന്ന് കുറുകിയിട്ടുണ്ടായിരിക്കും. കാരണം മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തത് മാറ്റി വെക്കുകയാണെങ്കിലും ആ ഒരു ചട്ടിയിൽ കുറച്ച് സമയം കൂടി ഒരു ചൂട് നിൽക്കും. അപ്പോൾ ആ ഒരു ചൂടിൽ കുറച്ചും കൂടി ഒരു ഗ്രേവി ഒന്ന് കുറുകിയിട്ടുണ്ടായിരിക്കും. ഇതുപോലെ മീൻ മുളകിട്ടതൊക്കെ നമുക്ക് ഉച്ചയ്ക്കൊക്കെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനാണെങ്കിലും രാവിലെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും ആ ഒരു മീനിൽ നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു പുളി ഒന്ന് നോക്കാം കേട്ടോ. പുളിയൊക്കെ ഇതിൽ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കുടംപുളി എടുത്ത് നമ്മൾ മാറ്റേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ ഒന്നും അരക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മീൻ മുളകിട്ടതും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ മീൻ മുളകിട്ടത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് 2 റെസിപ്പിയും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.